അങ്ങനെ സാറ്റർഡേ വന്ന് സൺഡേ പോവേണ്ട അവസ്ഥയാണ്. അപ്പം ഞാനിന്ന് തിരിച്ച് എറണാകുളത്തോട്ട് പോവുകയാണ്. എറണാകുളത്ത് പോകാൻ നേരത്ത് പപ്പയാണെങ്കിൽ ഒരു കുറേ മിഠായിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മിഠായി കണ്ടാൽ പിന്നെ ഞാൻ സീനാണ്. അങ്ങനെ കയ്യിൽ കിട്ടിയ മിഠായിയൊക്കെ എടുത്ത് ബാഗിലിട്ടിട്ട് ഞാൻ പപ്പയും അമ്മയും കൂടി എൻ്റെ ബാഗൊക്കെ എടുത്ത് വണ്ടിയിൽ കെട്ടി വെക്കുവാണ് സുരക്ഷിതമായിട്ട്. അപ്പം ഞാൻ ട്രിവാൻഡ്രം ടു എറണാകുളം വരെ V4 എൻ്റെ ബൈക്കിൽ പോവുകയാണ്. പോകുന്നതുകൊണ്ട് തന്നെ മിക്കിനെയും റോണീനെയും എല്ലാവരും എന്തെന്നാണ് ഞാൻ പോവാന്നൊക്കെ പറഞ്ഞ് ഓക്കെ ആക്കുവാണ്. അപ്പം മിക്കിക്ക് ഭയങ്കര വിഷമമാണ്. അതാണ് മിക്കി ഇങ്ങനെ കാണിക്കുന്നത്. മിക്കി എടുത്തും റോണിയെടുത്തൊക്കെ ടാറ്റ പറഞ്ഞിട്ട് അമ്മയെടുത്തും പപ്പയെടുത്തും പിന്നെ അമ്മയുടെ കസിൻ ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പം ആ അങ്കിളെടുത്തും ബൈയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുവാണ്. എപ്പോഴും കിട്ടുന്ന വെയിലായോണ്ടാണ് ദേ ഇങ്ങനെ തുണിയൊക്കെ ഫുള്ളും വിരിച്ചിട്ടേക്കുന്നത്. അങ്ങനെ വീണ്ടും ഒരു ബൈയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുവാണ്. പക്ഷേ വഴിയിലെത്തിയപ്പോഴത്തേക്കും ഒരു കുഴിയിൽ വീണപ്പോഴത്തേക്കും ആ ഒരു കെട്ടൊക്കെ ഒന്ന് അഴിഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ പപ്പയെ വിളിച്ചപ്പോഴത്തേക്കും അടുത്ത് തന്നെ ആയിരുന്നു. അങ്ങനെ പപ്പയെ വിളിച്ചപ്പോഴത്തേക്കും പപ്പ ഓടി വന്ന് കറക്റ്റായിട്ട് സെക്യൂർ ആയിട്ട് കെട്ടി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ലത്. അവിടെ നിന്ന് ഒരു ഒറ്റ സ്ട്രെച്ചിനാണ് 100 കിലോമീറ്റേഴ്സ് ഞാൻ കവർ ചെയ്തത്. എന്നിട്ട് നേരെ എത്തിയത് ആലപ്പുഴയാണ്. ആദ്യം ഞാൻ ഹരിപ്പാട് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലപ്പുഴ പിടിച്ച് പോവുമായിരുന്നു. പിന്നെ ആലപ്പുഴ തന്നെ ഒരു പമ്പിൽ കയറിയിട്ട് പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ കാണിച്ചത് കൊച്ചി 67 കിലോമീറ്റേഴ്സ് ആണ്. അങ്ങനെ ഞാൻ ബൈപ്പാസ് കയറി അവിടെ നിന്ന് നൈസായിരുന്നു. ആ ഒരു റോഡൊക്കെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തുറവൂർ കയറി. എൻ്റെ അടപ്പിളകി നല്ല ശോകമായിരുന്നു. റോഡൊക്കെ ഫുള്ള് ചെളിയായിട്ട് കിടക്കുമായിരുന്നു. റോഡൊന്നും പറയാൻ പറ്റത്തില്ല അവിടെ. അങ്ങനെ ഞാൻ അവിടെ നിന്നും എങ്ങനെയൊക്കെയോ ഇറങ്ങിയിട്ട് ഞാൻ ഈ പാലത്തിൻ്റെ മുകളിലെത്തി. അരൂർ കഴിഞ്ഞിട്ടുള്ള പാലമാണിത്. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ കലൂർ വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് എനിക്കൊരു കൺഫ്യൂഷൻ വന്നിട്ട് ഞാൻ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ട് നേരെ ഹോസ്റ്റലിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് ഒരു ചെറിയ ആശ്വാസം കിട്ടിയത്. എനിക്ക് ചെറുതല്ല, അത്യാവശ്യം നല്ല വലിയ ആശ്വാസം തന്നെയാണ് കിട്ടിയത്. ഹോസ്റ്റലിലൊക്കെ സാധനം വെച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. റാപ്സിൽ പോയിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ഞാൻ അവിടെ പോയിട്ട് വിശപ്പ് തീരുന്നത് വരെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ ലോഡഡ് ഫ്രൈസും ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ആണ് ഞാൻ മേടിച്ചത്. പിന്നെ ഒരു മൊയ്റ്റോയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഹോസ്റ്റലിൽ വന്ന് വണ്ടി നോക്കിയപ്പോഴാണ് നിറച്ച് ചെളിയായിട്ടിരിക്കുന്നത്. എന്നിട്ട് നേരെ കിടന്നുറങ്ങി. ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.